ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? അപ്പോഴും ഒരു മിക്സഡ് ജാറിലോട്ട് തേങ്ങയും പൊട്ടുകടലയും പിന്നെ ഒരു വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുമുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പൊ അധികം വാചകം അടിക്കാതെ നമുക്ക് റെസിപ്പി എങ്ങനെ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയെടുത്തതാണ്, ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ പൊട്ടുകടലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ കപ്പലണ്ടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതാണെങ്കിൽ തൊലി ഉരിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി എരിവിന് ഞാൻ ഒരു വറ്റൽമുളകേ ചേർത്തിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് ക്രഷ് ആക്കി നമുക്ക് കൊണ്ടുവരാം. ഇതുപോലെ ഞാനൊന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് മറ്റൊരു ബൗളിലോട്ട് ഞാനൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ കുറച്ച് അരഞ്ഞിട്ടും ഉണ്ട്. താനും വറ്റൽമുളകും പൊട്ടുകടലേക്ക് ഒന്ന് അരഞ്ഞു കിട്ടണം കേട്ടോ. അപ്പൊ ഈ ഒരു പരുവത്തിനാണ്. അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഈ മിക്സിയുടെ ജാർ തന്നെ നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്, കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി അതിലോട്ട് ഞാൻ ഒരു സവാളേന്റെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്ര ചെറുതായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല, വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് അരച്ചെടുക്കാനുള്ളതല്ലേ. പിന്നെ എന്റെ അരിഞ്ഞത് കുറച്ചുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തതാണ്. ഇനി ഒരു 3-4 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം വലിയ തക്കാളി നോക്കി അത് എടുക്കുന്നുണ്ട്. തക്കാളി നല്ല പഴുത്തത് അത്യാവശ്യം വലുത് നോക്കി എടുത്തോളൂ കേട്ടോ. അപ്പൊ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ അങ്ങ് അരച്ചെടുത്താൽ മതി. നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂണോളം ഉണ്ടാവുള്ളൂ കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു അര 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പൊ അതാണ് കടുക് പൊട്ടി അവിടെ ഇവിടെ ഒക്കെ തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ടേ എടുത്തിട്ടുള്ളൂ. അപ്പൊ കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ. ഇനി നമ്മൾ ഇവിടെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിൽ അവിടെ ഇവിടെ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി ഇതിന്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ തക്കാളി എന്ന് വന്ന ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോഴേക്കും ഇതിന്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റെങ്കിലും നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടി വരും കേട്ടോ. അതിന്റെ പച്ചമണമൊക്കെ നല്ല പോലെ മാറിയിരിക്കണം. കാര്യം തക്കാളിയുടെയും സവാളേന്റെ ഒക്കെ പച്ചമണം ഒന്നും മാറാതെ ഡയറക്റ്റ് നമ്മൾ അരച്ചെടുത്തതല്ലേ. അപ്പം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പൊ ദാണ്ടെ നല്ലപോലെ തിളച്ച വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ കിട്ടണം. ഈ ഒരു പരുവം വരെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ കണ്ടിന്യൂസ് അങ്ങ് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണൊക്കെ ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണം മാറട്ടെ, അതുവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ അതാണ് പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ മസാല കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ, ഇതിപ്പോ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് കുറച്ച് ലൂസായിട്ട് വരാൻ വേണ്ടി ഒരല്പം മാത്രം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ആക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. അപ്പം ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം.
അപ്പൊ ദാണ്ടെ ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചേക്കുന്നത്, അതായത് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ആണ് കേട്ടോ. ഞാനിവിടെ ബിരിയാണി റൈസ് ആണ് എടുത്തേക്കുന്നത്, ചെറിയ അരിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബസ്മതി റൈസിലൊക്കെ ഇത് ഉണ്ടാക്കാം, ഞാൻ ജീര റൈസിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോഴ് റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ ആദ്യം കാണിച്ചില്ലേ തേങ്ങയും പൊട്ടുകടലയും കൂടി ചേർത്ത് അരച്ചെടുത്തില്ലേ, അതും കൂടി ഇതിന്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പൊ മിക്സ് ആക്കാൻ പോയപ്പോ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, ഇച്ചിരിയും കൂടെ വലിയൊരു പാത്രം എടുത്തുകൂടായിരുന്നു. ശരിയാണ്, മിക്സ് ആക്കാൻ തുടങ്ങിയപ്പോഴും ഞാനും ആലോചിച്ചു കുറച്ചും കൂടെ വലിയ പാത്രം എടുക്കായിരുന്നു, അപ്പൊ എനിക്ക് കുറച്ച് വിശാലമായിട്ടൊന്ന് മിക്സ് ആക്കായിരുന്നു. എന്തായാലും ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഈ ഒരു സമയം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയേ. അതാണ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഫൈനലി ഇതിലേക്ക് ഞാൻ ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യ് ഇതിന്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ചേർത്താലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ്, നല്ലൊരു ഫ്ലേവർ ആണ്. അപ്പോഴും എന്തായാലും ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. അപ്പൊ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് മിക്സ് ആക്കിയാൽ മതി. ഈ ചോറൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിലേ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. നല്ല തീ കുറച്ചിട്ടിട്ട് 2 മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. അപ്പൊ വേണ്ട ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് ചെറിയ തീയിൽ മാത്രം കൊടുക്കുക. ഇപ്പൊ ദാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. തുറക്കുമ്പോഴേക്കും ഒരു മണം അങ്ങോട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ് ആണ്. നമുക്ക് ഇതുപോലെ പെട്ടെന്നൊക്കെ അധികം കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ലാത്തപ്പോഴും അല്ലെങ്കിൽ വല്ലാതെ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു റൈസ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ആണ്. അപ്പൊ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ റൈസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പൊ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് വേണമെങ്കിൽ ഒരു പൊട്ടറ്റോ ഫ്രൈയോ അല്ലെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഒക്കെ വെച്ച് നമുക്ക് കഴിക്കാം. സലാഡൊക്കെ വെച്ച് കഴിക്കാം. ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ മുട്ട പൊരിച്ചതാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പൊ എല്ലാവരും കഴിക്കാൻ വായോ. കൂടെ നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.